ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് തങ്ങൾ നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രസ്താവിച്ച ഒരു സാഹചര്യത്തിൽ അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് തൂക്ക് സഭകൾ ഇനി ഉണ്ടാകില്ല എന്നുള്ളത്. നമ്മളുടെ രാജ്യത്തെ പിന്നോട്ടടിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് അടിക്കടിയുള്ള തെരഞ്ഞെടുപ്പ്. എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാകും. ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നമ്മുടെ സർക്കാരിനുണ്ടാകുന്ന വലിയ നഷ്ടം അത് നികത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് തൂക്ക് സഭകൾ, അതായത് ആർക്കും ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്ത ഹാങ് പാർലമെന്റുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. അത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ രാജ്യത്തെ പ്രേരിപ്പിക്കുന്നു. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വിദേശ രാജ്യങ്ങളിൽ ചിലതിൽ ഉള്ളതുപോലെ നമ്മുടെ രാജ്യത്തും, അതായത് ഈ ജയിച്ചു വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ, വ്യത്യസ്തമായ ഈ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ഒന്നിച്ച് ഒരു ഭരണം മുൻപോട്ട് കൊണ്ടുപോകുക അതൊട്ടും സാധ്യമല്ലാത്ത സാഹചര്യം അത് രാഷ്ട്രപതി ഭരണത്തിലേക്കോ ഇല്ലെങ്കിൽ കെയർടേക്കർ രീതിയിലേക്കോ പോവുക എന്നുള്ള ഇത് വലിയ ഒരു അളവ് വരെ നമ്മളുടെ ഒരു ചെലവ് കുറയ്ക്കുന്നതിന് ഇടയാക്കും. പലപ്പോഴും പല സംസ്ഥാനങ്ങളിലും ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യം വരികയും ആ നിയമസഭകളോ ഇല്ലെങ്കിൽ പാർലമെന്റോ തന്നെ പിരിച്ചുവിട്ട് പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇനി ഉണ്ടാകില്ല. അതിനുള്ള നടപടിക്രമങ്ങളും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള കമ്മീഷൻ പരിശോധിക്കുകയും അതിൻ്റെ കാര്യങ്ങളിലേക്കും കൂടി കേന്ദ്രം കടന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.